ഇറാന്റെ യുദ്ധം ഇന്ത്യയിലേക്കും പാകിസ്ഥാനെതിരെ ഇറാന്റെ ബോംബാക്രമണം. യുദ്ധം ഇന്ത്യയുടെ പടിക്കലേക്ക് എത്തുന്നുണ്ട്. ഇറാനെതിരെ യുദ്ധത്തിന് പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങളും കൂടാതെ 13,000-ഓളം വരുന്ന പട്ടാളക്കാരുമൊക്കെ സൗദിയിലേക്ക് എത്തുന്നു. ഇറാനെതിരായിട്ടുള്ള യുദ്ധത്തിൽ സൗദിക്കൊപ്പം പാകിസ്ഥാനും പങ്കാളിയാകുന്നു എന്നുള്ളതാണ്. അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം പാകിസ്ഥാൻ ഏകദേശം 13,000-ഓളം വരുന്ന സൈനികരെയും 10 മുതൽ 18 വരെയുള്ള പാക് യുദ്ധവിമാനങ്ങളെയും സൗദി അറേബ്യയിലേക്ക് അയച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതോടെ പാകിസ്ഥാനെ ഇറാൻ ആക്രമിക്കുവാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഇറാൻ മിസൈലുകളുടെ ദൂരപരിധിക്കുള്ളിലാണ് പാകിസ്ഥാൻ എന്നതിനാൽ അവർക്ക് മിസൈലുകൾ പാകിസ്ഥാനിലേക്കും തൊടുക്കാവുന്നതേ ഉള്ളൂ. അതായത് ഇന്ത്യയുടെ പടിവാതിൽക്കലേക്ക് പശ്ചിമേഷ്യൻ യുദ്ധം എത്തിയിരിക്കുന്നു എന്നർത്ഥം. യുദ്ധത്തിൽ പാകിസ്ഥാനെ മധ്യസ്ഥനാക്കി നിർത്തിക്കൊണ്ട് അമേരിക്ക തന്നെയാണ് പാകിസ്ഥാനെ പതുക്കെ യുദ്ധത്തിലേക്ക് പിടിച്ചിട്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 13,000-ഓളം വരുന്ന പട്ടാളക്കാരെ സൗദിയിലേക്ക് അയക്കുവാൻ സാധാരണ നിലയിൽ പാകിസ്ഥാൻ തയ്യാറാവില്ല. അപ്പോൾ ഇതിനു പുറമെ 18 പാക് യുദ്ധവിമാനങ്ങളെയും സൗദി അറേബ്യയിലേക്ക് അയച്ചിരിക്കുന്നത് എന്തിനാണ്? അപ്പോൾ ഇതിനൊക്കെ പിന്നിലെ പ്രേരക ശക്തി എന്ന് പറയപ്പെടുന്ന അമേരിക്ക തന്നെയാണ്. അമേരിക്കയുടെ പ്രേരണയാൽ പാകിസ്ഥാനും ഇറാനെതിരെ യുദ്ധം ചെയ്യാൻ ഒരുങ്ങുന്നു.